Welcome back, dear friends, to our English class. Today we are going to discuss something about the use of articles in English. ഇന്ന് നമ്മൾ ആർട്ടിക്കിൾസിൻ്റെ ഉപയോഗമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എന്നാലും ചില സമയത്ത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംശയങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളൊരു അവസരമായിട്ട് ഇതിനെ കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാവുന്നെങ്കിൽ ഇഫ് യു നോ സംതിങ് മോർ അബൌട്ട് ആർട്ടിക്കിൾസ് യു മേ പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾസ് ആർ വേർഡ്സ് ദാറ്റ് ഡിഫൈൻ എ കൗണ്ടബിൾ നൗൺ ആസ് സ്പെസിഫിക് ഓർ ജനറൽ ഓർ യൂണിക്, whether it is a unique name. Okay. It is used to modify a noun. There are three articles, as you know. They are a, an, or, the or the. സാധാരണ ഒരു കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ആ നൗണ് ജനറൽ ആണോ സ്പെസിഫിക് ആണോ ഓർ യൂണീക്ക് ആണോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ നൗണിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജക്റ്റീവിനെ പോലെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഒരു അഡ്ജക്റ്റീവിൻ്റെ ഉപയോഗമാണ് ചില സമയത്തൊക്കെ ഈ ആർട്ടിക്കിളും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയെ വിശേഷിപ്പിക്കുകയാണ്, ഒരു കുട്ടി, എ ബോയ്, ആ കുട്ടി, ദ ബോയ്. വി ഷുഡ് യൂസ് ആൻ ആർട്ടിക്കിൾ വിത്ത് എ കൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, എ ബോയ്, എ ഗേൾ, എ പെൻ, എ ബാഗ്, ആൻ ഓറഞ്ച്, ആൻ ആപ്പിൾ, ആൻ അംബ്രല്ല, ആൻ എം പി, ആൻ എം എൽ എ, ആൻ ഓണസ്റ്റ് മാൻ, ആൻ ഇൻട്രസ്റ്റിംഗ് മൂവി, എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ, എ വൺ പേരൻറ്റ് ഫാമിലി, the sun, the moon, the world, the earth, the USA, the biggest. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ എയും ആനും ഉള്ളതുപോലെ തന്നെ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ നമുക്ക് ദും ദിയും ഉണ്ട്, രണ്ട് ശബ്ദമുണ്ട്. ഓക്കെ. ദ ക്വസ്റ്റ്യൻ ആൻഡ് ദി ആൻസർ. ദ യൂസ് ഓഫ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ഓർ ആൻ. സാധാരണ നമ്മൾ എയും ആനും എങ്ങനെയാണ് ഉപയോഗിക്കുക? ഒരു വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരം കോൺസണൻ്റ് ആണെങ്കിൽ നമ്മൾ എ ഉപയോഗിക്കുന്നു. ഒരു വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരം വവൽ ആണെങ്കിൽ നമ്മൾ ആൻ ഉപയോഗിക്കുന്നു. വവൽസ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. വവൽസ് എന്ന് വെച്ചാൽ സ്വരാക്ഷരങ്ങൾ. ഒരു വാക്കിന് സ്വരം കൊടുക്കുന്നത് ഈ അക്ഷരങ്ങളാണ്, അതുകൊണ്ടാണ് ഇതിനെ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വേർഡ് വവലിലാണ് ആരംഭിക്കുന്നതെങ്കിലും അതിനൊരു കൺസണൻറ്റിൻ്റെ സൗണ്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ എ ആണ് ഉപയോഗിക്കുന്നത്. ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എ യൂറോപ്യൻ, എ യൂണിയൻ, എ വൺ ഐഡ് മാൻ. എല്ലാ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ നമ്മൾ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എ മാൻ, എ വുമൻ, എ ഫ്രണ്ട്, എ ഹൗസ്, എ യൂണിവേഴ്സിറ്റി, എ കാർ, എ ഡോർ, എ വിൻഡോ, എ കൗ. ഓക്കെ, ലൈക്ക് ദാറ്റ് എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ എ ഇട്ട് കൊടുക്കാറുണ്ട്. രണ്ടാമത്തത് ആൻ. ആൻ ഈസ് യൂസ്ഡ് ബിഫോർ ദ വേർഡ്സ് ബിഗിനിങ് വിത്ത് എ വവൽ or letters with a vowel sound, or when the h is silent before a word. Example, an apple, an orange, an egg, an old man, an honorable man, an hour, an MLA, an MP. An idea, an email. English is an international language. അപ്പോൾ ഇതുപോലെ ഒരു അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിലും നമ്മൾ അഡ്ജക്റ്റീവിൻ്റെ സൗണ്ട് അനുസരിച്ച് എയും ആനും ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. The definite article the or the is used before singular or plural nouns when they are unique or particular. There is only one kind of that. Okay, there is only one of that. Okay, അങ്ങനെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഭൂമിയിൽ. അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമ്മൾ ആ നൗണിൻ്റെ കൂടെയൊക്കെ നമ്മൾ ദി ചേർക്കാറുണ്ട്. ഓക്കെ, അതുപോലെ ഒരു സാധാരണ പ്രോപ്പർ നൗൺസിൻ്റെ കൂടെ, രാജ്യങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ കൂടെയൊക്കെ നമ്മൾ ദി ചേർക്കാറില്ല, എന്നാൽ ചില രാജ്യങ്ങളുടെ കൂടെ നമ്മൾ ദി ചേർക്കാറുണ്ട്. എക്സാമ്പിൾ, ദ USA, ദ USSR, ദ UAE. ചെറിയ ദ്വീപ് സമൂഹങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ദി ചേർക്കാറുണ്ട്. ദ ഫിലിപ്പീൻസ്, ദ നെതർലാൻഡ്സ്, ദ മാൽദീവ്സ്, ലൈക്ക് ദാറ്റ്. യുണീക്കായിട്ടുള്ള നൗൺസാണ് ദ സൺ, ദ മൂൺ, ദി എർത്ത്, ദ സ്കൈ, ദ വിൻഡ്, ലൈക്ക് ദാറ്റ്. ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ദി ചേർക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലമല്ല, ദ പ്ലേസ് വെയർ ഐ ലിവ്ഡ്, ഞാൻ ജീവിച്ച സ്ഥലം. ഓക്കെ, ദ മാൻ ഐ മെറ്റ്, ഞാൻ കണ്ട ആ മനുഷ്യൻ.
ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ദി ചേർക്കാം. When we mention the same noun for a second time, then also we use definite article. Okay, I saw a man with an elephant. The man was feeding the elephant. There is a park here. The park has a wonderful or beautiful garden. There is an old man in our village. The man knows 5 languages. The lion is the king of animals. A lion എന്ന് പറഞ്ഞാൽ ഒരു ലയൺ എന്നേ ഉള്ളൂ. ദ ലയൺ എന്ന് പറയുമ്പോൾ ദ ഹോൾ ക്ലാസ്. ഹീ ഈസ് ഇൻ ദ ഗാർഡൻ. ഷീ ഈസ് ഇൻ ദ കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ ആ ദി ചേർത്ത് ഒരു പ്രത്യേക ഗാർഡൻ, ഏതെങ്കിലും ഒരു ഗാർഡൻ അല്ല ഈ വീട്ടിലെ ഗാർഡൻ, ഇവിടുത്തെ ഗാർഡൻ, ഏതെങ്കിലും ഒരു കിച്ചൺ അല്ല ഈ വീട്ടിലെ കിച്ചൺ, ഇവിടുത്തെ കിച്ചൺ എന്ന് പ്രത്യേകം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ദി ചേർത്ത് പറയുന്നു. അതുപോലെ ബിഫോർ സൂപ്പർലേറ്റീവ്സ് ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദി ചേർക്കുന്നു അല്ലേ. ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ, ഓൺ ദ സെക്കൻഡ് ഫ്ലോർ, ദ ബെസ്റ്റ്, ദ ചീപ്പസ്റ്റ്, ദ ഓൾഡസ്റ്റ്, ദ ഗ്രേറ്റ്, ദ മോസ്റ്റ്. ദി പ്ലസ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ലഭിക്കുന്നത്. ഓക്കെ, ദ റിച്ച് എന്ന് പറഞ്ഞാൽ സമ്പന്നരായ ആളുകളുടെ കൂട്ടം, ദ പൂവർ പാവപ്പെട്ടവരുടെ കൂട്ടം, ഓക്കെ പാവപ്പെട്ടവർ, ദ ഓൾഡ് പ്രായമായവർ, ദ ബ്ലൈൻഡ് കണ്ണ് കാണാൻ മേലാത്തവർ അവരുടെ കൂട്ടം, ദ വൈസ് ബുദ്ധിമാന്മാർ, ദ ഫൂൾ ഹാസ് സെഡ് ഇൻ ഹിസ് ഹാർട്ട് ദർ ഇസ് നോ ഗോഡ് എബവ് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ദ ഡിസേബിൾഡ്, ദി അൺഎംപ്ലോയിഡ്, ലൈക്ക് ദാറ്റ്. ഹീ ഈസ് ആൻ എം പി, ഹീ ഈസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. അപ്പോൾ എം പി എന്ന് പറയുമ്പോൾ ആ ഷോർട്ട് ഫോമിനാണ്, അബ്രിവേഷൻ വരുമ്പോഴാണ് നമ്മൾക്ക് ഒരു വവലിൻ്റെ സ്വരം വരുന്നത് എം എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ ആൻ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം എഴുതുമ്പോൾ ഹീ ഈസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നാണ് വരിക. ആൻ എം പി ഓർ ആൻ എം എൽ എ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എം എൽ എ, എനി എം എൽ എ ഓർ എനി എം പി. ഓക്കെ, അപ്പോൾ ദി എം പി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എം പി ആണ്. അപ്പോൾ നമ്മുടെ എം പി, നിങ്ങളുടെ സ്വന്തം എം പി. ഓക്കെ, ദി എം പി. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഒരു ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇച്ചിരി ശ്രദ്ധിക്കണം. പ്രൊനൗൺസിയേഷൻ ഓഫ് the or the. When a noun begins with a consonant sound, we use the. If it begins with a vowel sound, we say the. The or the. നമ്മൾ ആൻ ഉപയോഗിച്ച സൗണ്ടിൻ്റെ ഒക്കെ മുൻപിൽ, ഓക്കെ എയും ആനൊക്കെ ഉപയോഗിച്ചല്ലോ, അപ്പോൾ ആൻ ഉപയോഗിച്ച അതേപോലത്തെ സൗണ്ടിൻ്റെ മുൻപിൽ നമ്മൾ ദി ആണ് ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത സൗണ്ടിനൊക്കെ ഒരു കോൺസണൻറ്റ് സൗണ്ട് ആണെങ്കിൽ ദ ചേർക്കാം. ഓക്കെ, ദ ഓർ ദ എന്നൊക്കെ പറഞ്ഞ് ചേർക്കാം. The apple, the end, the earth, the end of the film, the answer of the question, in the afternoon, in the evening, at the end of the day, the universe, the union, the uniform, the other one, the umbrella, the aeroplane. It's not a big mistake if you don't follow this rule, but it is good if you know this. Okay. Indefinite article also show the membership in a group. Okay, when I say I am a teacher, that means I belong to a teacher's group. Okay, he is a doctor, that means he belongs to that doctor's group. When I say I have a black and white dog, there is only one dog. I have only one dog. Okay, but when I say I have a black and a white dog, that means I have 2 dogs, a black dog and a white dog. Okay, അതുപോലെ തന്നെ the director and manager is absent. ഒരാൾ തന്നെയാണെങ്കിൽ, ഇപ്പോൾ രണ്ടാളാണെങ്കിൽ the director and the manager are absent today. നൗൺസിൻ്റെ കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് പോയിൻ്റാണ് ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആർട്ടിക്കിൾ ഈസ് നോട്ട് യൂസ്ഡ് ബിഫോർ എ പ്രോപ്പർ നൗൺ, എ നെയിം ഓഫ് എ പേഴ്സൺ ഓർ എ പ്ലേസ്. ഒരാളുടെയോ സ്ഥലത്തിൻ്റെയോ പേരിന് മുൻപിൽ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. കൊച്ചി, കോട്ടയം, അതുൽ, സുനില, ജോസഫ്, മറിയ. ബിഫോർ എ കോമൺ നൗൺ യൂസ്ഡ് ഇൻ ജനറൽ സെൻസ്, മാൻ ഈസ് മോർട്ടൽ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അതിൻ്റെ മുൻപിൽ, മാൻ്റെ മുൻപിൽ, ലൈഫിൻ്റെ മുൻപിലൊക്കെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ബിഫോർ ദ നെയിം ഓഫ് മെറ്റീരിയൽസ്, ഗോൾഡ്, സിൽവർ, കോട്ടൺ. അതുപോലെ ലാംഗ്വേജിൻ്റെ മുൻപിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഐ ലേൺഡ് ഹിന്ദി അറ്റ് സ്കൂൾ.
ഓക്കെ, ഐ ലേൺഡ് ദ ഹിന്ദി ഓർ എ ഹിന്ദി എന്ന് പറയുന്നില്ല, ഐ ലേൺഡ് ഹിന്ദി അറ്റ് സ്കൂൾ. ഡോണ്ട് യൂസ് ദി ബിഫോർ ഫാദർ, മദർ, അങ്കിൾ. ഓക്കെ, അതിൻ്റെയൊക്കെ മുൻപിൽ നമ്മൾ ദി ഉപയോഗിക്കുന്നില്ല. ടെലിവിഷൻ, ടി വി, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇതുപോലെ ഭക്ഷണത്തിൻ്റെ പേരിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ ദി ഒന്നും ഉപയോഗിക്കാറില്ല. ഓക്കെ, വാട്ട് ഈസ് ഓൺ ടെലിവിഷൻ ടുഡേ? വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ഹീ ഈസ് കമ്മിങ് നെക്സ്റ്റ് വീക്ക്. ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസായ എയും ആനും ദിയുടെയൊക്കെ ഉപയോഗമാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. അപ്പോൾ ഇംഗ്ലീഷിനെ അപേക്ഷിച്ച് ജർമ്മൻ ഭാഷയുടെ ആണെങ്കിൽ ആർട്ടിക്കിൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ വളരെ സിമ്പിളാണ്. Once again, thank you so much for watching my channel. I hope you will support my channel. We will see in the next class. Thank you. Take care.